ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ചെയ്തിട്ടെന്ന് തോന്നുന്നു. ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി, കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു ടെമ്പിൾ വിസിറ്റാണ് കേട്ടോ. അമ്പലത്തിൽ പോകാൻ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ അമ്പലത്തിൽ പോക്ക്. ഓക്കെ, അപ്പോൾ അതിലൊരു ഗെറ്റ് റെഡിയാണ്. അപ്പോൾ അതാണ് ഫുൾ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങൾ ഈ ഫുൾ ലുക്ക് എങ്ങനെയാണ് ഞാൻ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് വായോ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ അന്നത്തെ ലുക്ക്? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു നാടൻ അങ്ങനത്തെ ഒരു വൈബാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ദേശി വൈബ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലുക്ക് കണ്ടിട്ട് വായോ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്നെയിൽ മിക്സിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പണ്ടെന്ന് വെച്ചാൽ എനിക്ക് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല, നല്ല ഗ്ലോയി ആയിട്ടിരിക്കുന്ന മേക്കപ്പാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടം. അതുകൊണ്ട് ഞാനിപ്പോൾ എത്രത്തോളം ഗ്ലോ ആക്കാൻ പറ്റുമോ അത്രത്തോളം ഗ്ലോ ആക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ മേക്കപ്പ് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, പെട്ടെന്ന് പോവാം. ഓക്കെ, കാരണം എന്നും ചെയ്യുന്ന മേക്കപ്പ് തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു പോട്ടോ. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ തന്നെ ഒരു വാരിക്കോരി എല്ലാം മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നേ എനിക്ക് മാറ്റ് ഫിനിഷ് ആയിരുന്നു ഭയങ്കര ഇഷ്ടം. പക്ഷേ ഇപ്പോൾ എത്രത്തോളം ഗ്ലോയി ആവാൻ പറ്റുമോ ആ ഗ്ലോയി മേക്കപ്പാണ് ഭയങ്കരമായിട്ട് ഇഷ്ടം എനിക്ക്. എന്താണെന്ന് അറിയില്ല, ഓരോ സമയത്ത് ഓരോന്നല്ലേ. അപ്പോൾ അടുത്ത് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. എസ്യൂഷ്വൽ എൻ്റെ പാക്കിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ നന്നായിട്ട് വെറ്റ് ചെയ്യണം കേട്ടോ. അതൊന്ന് പിഴിഞ്ഞ് കളഞ്ഞതാണ് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ ഐബ്രോ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും എൻ്റെ കറണ്ട് പോയി കേട്ടോ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് എൻ്റെ അവസ്ഥ. എന്താ ചെയ്യുക, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പറഞ്ഞെടുത്ത് വെച്ച് കാണാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും കറണ്ട് വന്നു. അപ്പോൾ ഞാൻ ഐബ്രോ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെ റെനയുടെ കാജൽ വെച്ചിട്ടാണ് കേട്ടോ കണ്ണ് വരയ്ക്കുന്നത്. ഈ കാജലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 389 രൂപയാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ നല്ല കാജലാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇത് ചെറുതായിട്ട് ഉരുണ്ട് വരുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. നമുക്ക് പിന്നെ അത് ഷാർപ്പനിങ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് ഒരുപാട് വേസ്റ്റേജ് വരുന്നുണ്ട്. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും തുറന്ന് വെക്കരുത് കേട്ടോ. തുറന്ന് വെച്ചാൽ അപ്പോൾ ഡ്രൈ ആയി പോകും. അത് നിങ്ങൾ ഒരിക്കലും വിട്ടു പോകരുത്. എനിക്കൊരിക്കൽ പണി ഇപ്പോൾ കിട്ടിയതാണ്, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. പിന്നെ അസ്യൂഷ്വൽ ബ്ലഷ് ഇട്ട് കൊടുക്കുക, വരിക്കൊരു ബ്ലഷ് ഇട്ട് കൊടുക്കുക, അതൊരു മസ്റ്റാണ് കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ അത് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഓരോ മോയ്സ്ചറൈസർ ഇടുമ്പോഴും ഒന്ന് സെറ്റ് ആവണം കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് വാരി ഇടരുത്. മൊത്തത്തിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഭയങ്കരമായിട്ട് കൊളായി പോകും കേട്ടോ. അത് നിങ്ങൾ മറക്കാണ്ട്, ഞാനൊന്ന് ഫാനിൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് ഒന്ന് സെറ്റായിട്ടാണ് ഇതിങ്ങനെ ഇടുന്നത്. ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് അറിയില്ല. അത് പിന്നെ അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്ലോ സ്റ്റിക്കില്ലേ, അത് കുറച്ചുകൂടെ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, ഇന്നർ ഗ്ലോ ആണെന്ന് തോന്നിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗ്ലോ സ്റ്റിക്ക് വെച്ചിട്ട് എല്ലായിടത്തും എൻ്റെ ചീക്ക് ബോണിൽ എല്ലായിടത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കിപ്പോൾ ഇത് സാധനമൊന്നും അറിയത്തില്ലാതെ എനിക്ക് മേക്കപ്പ് പൂർണ്ണമാകത്തില്ല. കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സാരി ഡ്രൈപ്പ് ചെയ്യാം. സാരി ഞാൻ കാണിച്ചു തരാം ഏത് സാരിയാണ്. അപ്പോൾ നമുക്കിനി ഡ്രൈപ്പിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലൗസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ ഒരു സെറ്റ് സാരിയുടെ സെറ്റ് ഇല്ലേ, അതൊരു ബ്ലൗസാണ് ഇട്ടേക്കുന്നത്. പിന്നെ സാരി വന്നിട്ട് ഈ ഒരു സാരി കേട്ടോ, നമ്മുടെ കേരള സെറ്റ് സാരിയാണ്. അപ്പോൾ നമുക്ക് ഡ്രൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സാരി ഡ്രൈപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഹെയർ ഒന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സാരി ഡ്രൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഹെയർ ഒന്ന് സെറ്റായി വരും, അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് സാരി ഡ്രൈപ്പ് ചെയ്യാം. ഞാൻ വലിയ സാരി ഡ്രൈപ്പിസ്റ്റൊന്നും അല്ല കേട്ടോ. എനിക്ക് എപ്പോഴും ഒന്നും ശരിയാവത്തൊന്നുമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തോന്നുമ്പടി ലാസ്റ്റ് അങ്ങ് എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ലാതെ റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ മെറ്റീരിയൽ പോലെ ഇരിക്കും, സാരി മെറ്റീരിയൽ പോലെയൊക്കെ ഇരിക്കും. എന്നാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് സാരി ഏകദേശം ഉടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു മേളിലത്തെ പോർഷൻ ഞാൻ കുറച്ചുകൂടെ താഴ്ത്തി ഉടുക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ അവിടെ കുത്തുമ്പോൾ അല്ലെങ്കിൽ മേലോട്ട് കയറി വരും കേട്ടോ. പിന്നെ അതൊന്ന് സെറ്റ് ചെയ്തും കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും, ഒന്നെടുത്ത് വെളിയിടുക അങ്ങനെയൊക്കെ പറയും എല്ലാവരും. അത് നമുക്ക് വലിയ ബാധകമല്ല, എന്തെങ്കിലുമൊക്കെ പറയുള്ളവർ പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം സാരി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാം കേട്ടോ. ഫ്രണ്ടിലത്തെ പോർഷൻ മാത്രമാണ് ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുന്നത്. ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ഷമ ഇപ്പോൾ വന്ന് പ്രായമൊക്കെ ആയില്ലേ, എന്താണെന്നറിയാം, എനിക്ക് ക്ഷമ വളരെ കുറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ ഹെയർ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ
ഞാനൊരു പൊട്ട് വെച്ചു കേട്ടോ. ഇന്നൊരു വലിയൊരു പൊട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മോഹം കേട്ടോ. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. ആ ഒരു ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പൊട്ട് വെച്ചാൽ വലുതായിട്ട് ഓർണമെൻറ്റ്സ് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ജുമുക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഗ്രീൻ കളർ. അതൊരു കോൺട്രാസ്റ്റ് കളർ പോലെ തോന്നും കേട്ടോ. ജിമുക്ക അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടുത്ത് ഞാൻ എൻ്റെ താലി പോലെ ഞാൻ റീസെൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് താലി ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ താലിയാണ് കേട്ടോ. അപ്പം താലി പോലെ എന്താ എൻ്റെ മംഗൾസൂത്ര, ഓക്കെ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര രസമാണ് ഇത് ഇട്ടിട്ടുള്ള ഒരു ലുക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിത് ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ കോവിലിൽ അങ്ങനെ സാരി ലുക്കിലേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ കുറേ നാളായി സിന്ദൂരം തൊട്ടിട്ട്. അപ്പോൾ ഞാൻ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ മേളിലാട്ടോ സിന്ദൂരം ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ദേഹം വിയർത്തിട്ട് ഫുൾ സ്പ്രെഡായിട്ട് ആക്കപ്പാട് വൃത്തിയിടാവും. പക്ഷേ എനിക്ക് ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര എനിക്കാണ് ആ പൊട്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ലുക്ക്. പിന്നെ ഒരു ഗ്രീൻ കളർ ഒരു കുപ്പിവളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതായിരുന്നു എൻ്റെ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. പിന്നെ ഞാൻ ലാസ്റ്റ് ടച്ചപ്പ് പോലെ കുറച്ച് കിടക്കും. പിന്നെ റീലൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ റീല് എന്തായാലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാണെങ്കിൽ ഇതിൻ്റെ റീല് അവിടെ വരുന്നതാണ്, ഇന്ന് തന്നെ വരുന്നതാണ്. അപ്പം ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുമ്പോൾ നാളെ കാണാം. ബൈ.